ഹലോ കൂട്ടുകാരെ, ഇതൊരു ബ്രെഡിൻ്റെ സ്റ്റോറിയാണ്. ഇവിടെ ഒരു ആള് മുട്ടയും പാലും ഒക്കെ കൊണ്ടിട്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ബ്രെഡ് എന്നുള്ള സ്റ്റോറി ഇവിടെ തുടങ്ങുക. അങ്ങനെ അയാൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അങ്ങനെ അയാൾ ഉണ്ടാക്കി അയാളത് ഇപ്പോൾ ഓവനിലേക്ക് വെക്കാനായി. അങ്ങനെ അയാൾ ഓവനിൽ വെച്ചു. അങ്ങനെ ആ ബണ്ണ് വീർത്ത് വന്ന് സെറ്റായപ്പോൾ അയാൾ ആ ബണ്ണെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ നമ്മളുടെ കടയിലോട്ട് ഓരോ കസ്റ്റമർ കയറി വരുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്തു. പിന്നെ ബണ്ണുകളൊക്കെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ബണ്ണിനാണെങ്കിൽ ഈ കട തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിലാണെങ്കിൽ കസ്റ്റമർ വന്നു. അങ്ങനെ കസ്റ്റമർ കയറി വന്ന് നേരെ ബണ്ണ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പാത്രം കൊണ്ട് അടുത്ത് വന്നത് ബണ്ണൊക്കെ പറയുന്നു, എന്നെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ബണ്ണുകളൊക്കെ മീന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ അപ്പുറത്തുള്ള ആളെ എടുക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ബണ്ണിനാണെങ്കിൽ വേറൊരാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബണ്ണിന് വേണ്ടി സന്തോഷമാവാണ്. ബണ്ണ് ആലോചിക്കുന്നുണ്ട് ബണ്ണിനെ ആരെങ്കിലും വാങ്ങിച്ചാലോ എന്ന്. അങ്ങനെ ബണ്ണാണെങ്കിൽ വാങ്ങിച്ച ആളെടുത്ത് ബണ്ണങ്ങോട്ട് കടിച്ചതും നമ്മളുടെ ബണ്ണിന് പേടിയായി. നമ്മളുടെ ബണ്ണ് കണ്ണും തള്ളി പേടിച്ചു പോയി. അപ്പോഴായിരുന്നു വേറൊരു കസ്റ്റമർ കയറി വന്നത്. അപ്പം തന്നെ അയാൾ ആ നമ്മുടെ ബണ്ണിനെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബണ്ണിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ബണ്ണ് അളിഞ്ഞിരിക്കുന്ന പോലെ ആക്കി. അപ്പോൾ തൊട്ടടുത്തുള്ള ബണ്ണിനെടുത്തു. അങ്ങനെ ആ ബണ്ണ് സമാധാനമായിട്ടൊന്ന് ശ്വാസം വിട്ടു. അങ്ങനെ അടുത്ത ആൾ കയറി, ബണ്ണ് ഇതേപോലെ തന്നെ ഇരുന്നു. വീണ്ടും ഒരാൾ കയറി, ബണ്ണ് ഇതേപോലെ തന്നെ ഇരുന്നു. പിന്നെ വീണ്ടും ഒരാൾ കയറി, പിന്നെ ബണ്ണ് ഇതേപോലെ തന്നെ ഇരുന്നു. പിന്നെ വേറൊരാൾ കയറി. അങ്ങനെ എല്ലാവരും കയറി ആ ബണ്ണ് മാത്രം അവസാനമായി. അങ്ങനെ നമ്മുടെ പാചകക്കാരനായ ഷെഫ് വന്നിട്ട് ആ ബണ്ണിനെ നോക്കിയൊരു ചിരിക്കുന്നു. അപ്പോൾ തന്നെ ബണ്ണിന് കാര്യം പിടുത്തം കിട്ടി, അവനെ തിന്നാനാണെന്ന്. അതിനെ വെക്കം നമ്മുടെ പാചകക്കാരൻ ബണ്ണിനെ കയ്യിലെടുത്തു. ബണ്ണിനാണെങ്കിൽ പേടിയായിട്ട് വയ്യ. അങ്ങനെ ബണ്ണിനെ ഒറ്റക്കടി അങ്ങ് വെച്ചു കൊടുത്തു. അങ്ങനെ ചവച്ചിരുന്നപ്പോൾ ആണെങ്കിൽ നമ്മുടെ ബണ്ണാണെങ്കിൽ കണ്ണൂർ നോക്കാൻ നേരത്താണെങ്കിലോ ബണ്ണ് മരിച്ചു ആത്മാവായിട്ട് ദേ പോകുന്നു. ബണ്ണിനാണെങ്കിൽ സന്തോഷമായി.